പ്രമുഖ വിനോദസഞ്ചാര മേളയായ ഇന്ത്യ ഇന്റർനാഷണൽ ട്രാവൽ മാർട്ടിന് കൊച്ചി കടവന്ത്രയിൽ തുടക്കമായി. രാജ്യത്തിനകത്തും പുറത്തുനിന്നുമായി 100-ലധികം പ്രതിനിധി സംഘങ്ങളുടെ പവലിയനുകളാണ് മേളയിൽ ഒരുക്കിയിട്ടുള്ളത്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂറിസം മേളയിൽ 15 സംസ്ഥാനങ്ങളിൽ നിന്നായി നിരവധി സ്റ്റാളുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. തീർത്ഥാടനം, സാഹസിക യാത്ര, സംസ്കാര പൈതൃക സ്ഥലങ്ങൾ, ബീച്ചുകൾ, വന്യജീവി കേന്ദ്രങ്ങൾ, ഹിൽ സ്റ്റേഷനുകൾ തുടങ്ങിയവ സംബന്ധിച്ച സ്റ്റാളുകളാണ് പ്രദർശനത്തിനുള്ളത്. Whether it's pilgrimages, adventure, whether it is international travel, whether it is sports-related travel, adventure, wildlife. There's so much happening in the country right now. ബിസിനസ്സുകാർക്കും യാത്രക്കാർക്കും വേണ്ടി പ്രത്യേകം ഉൽപ്പന്ന സേവന സൗകര്യങ്ങളും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. സഞ്ചാരപ്രേമികൾക്ക് മേള പ്രയോജനപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സ്ഫിയർ ട്രാവൽ ഡയറക്ടർ രോഹിത് ലാൽ പറഞ്ഞു. ഈ കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ട്രാവൽ ചെയ്യുന്നു. അവർക്ക് ആ ഒരു കറക്റ്റ് റൈറ്റ് ട്രാവൽ പാർട്ണറെ കണ്ടുപിടിക്കാനും റൈറ്റ് ഡെസ്റ്റിനേഷൻ കണ്ടുപിടിക്കാനും ഫോർ എക്സാമ്പിൾ ഇവിടെ കാശ്മീരിൻ്റെ ഒരു ഹോട്ടൽസും ടൂർ ഓപ്പറേറ്റേഴ്സും ഈ എല്ലാവർക്കും കാശ്മീർ പോകാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ഇവർക്ക് എക്സാക്ട്ലി കാശ്മീരിൽ എവിടെയാണ് പോകേണ്ടത്, ആര് വഴിയാണ് പോകേണ്ടത്, എല്ലാവരും പരസ്യം ചെയ്യുന്നത്, പത്രത്തിൽ പരസ്യം കാണാറുണ്ട്. അവർക്ക് ആ ജെനുവിൻ സപ്ലയേഴ്സിനെ മീറ്റ് ചെയ്യാനുള്ള ഒരു വേദി എന്നുള്ള നിലയിൽ കാശ്മീർ പോലുള്ള ഡെസ്റ്റിനേഷൻസിലേക്ക് ആൾക്കാർക്ക് പോകാനുള്ളൊരു വേദി ഒരുക്കുന്നതാണ് ഈ എക്സിബിഷൻ്റെ ബേസിക് ഉദ്ദേശം. പിന്നെ ഇത് കൂടാതെ തന്നെ ഇതിനകത്ത് ഒരു സൈഡിൽ B2B നെറ്റ്വർക്കിംഗ് നടക്കുന്നുണ്ട്. കേരളത്തിൽ ഏകദേശം 5000-ലധികം ഔട്ട്ബൗണ്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേറെ രാജ്യങ്ങളിലേക്ക് അവരുടെ കസ്റ്റമേഴ്സിനെ വിടാനായിട്ടാണെങ്കിലും വേറെ സംസ്ഥാനങ്ങളിലേക്ക് കസ്റ്റമേഴ്സിനെ വിടാനായിട്ടാണെങ്കിലും ഈ ഒരു നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കേരള ട്രാവൽ മാതിരി ഒരു വലിയൊരു ഈവൻ്റ് അല്ലെങ്കിൽ പോലും ഈ ഒരു ചെറിയ ഈവൻറ്റിനും ഇതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് റിയലായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള ഇവിടെയുള്ള എല്ലാ ട്രാവൽ ടൂർ ഓപ്പറേറ്റർമാരും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാവർക്കും ബെനിഫിഷ്യലായിട്ടുള്ളൊരു പരിപാടിയായിട്ട് നടത്താൻ പറ്റും. കേരളം, തെലുങ്കാന, കർണാടക, തമിഴ്നാട്, ഹിമാചൽ പ്രദേശ്, ഒറീസ, ജമ്മു കാശ്മീർ, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളും തുർക്കി, മലേഷ്യ, ബാലി, തായ്ലൻഡ്, നേപ്പാൾ, ഭൂട്ടാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ടൂറിസം വകുപ്പുകളും പ്രദർശനത്തിലുണ്ട്. സുസ്ഥിര ടൂറിസം, പരിസ്ഥിതി സൗഹൃദ രീതികൾ പ്രോത്സാഹിപ്പിക്കൽ, കമ്മ്യൂണിറ്റി അധിഷ്ഠിത ടൂറിസം പദ്ധതികൾ, വെൽനസ് യാത്ര എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ഈ വർഷത്തെ മേള. 1000-ലധികം അവധിക്കാല പാക്കേജുകളും മേള വാഗ്ദാനം ചെയ്യുന്നു. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.